കഥാപാത്രമാണ് പെട്ടെന്ന് ആ മുഖം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. വെട്ടത്തിലെ പ്രിൻസിനെയൊക്കെ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ലല്ലോ. ആ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങളെ പോലെ തന്നെ നവാസും നല്ല രീതിയിൽ തിളങ്ങിയതാണ്. അത് ഞാൻ ചെയ്യേണ്ട വേഷമൊന്നും ആയിരുന്നില്ല എന്നൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ പറയുന്നുമുണ്ടായിരുന്നു നവാസ്. ഈ 51-ാം വയസ്സ് എന്ന് പറയുമ്പോഴും ഇപ്പോഴാണ് ഒന്ന് കൂടുതൽ സജീവമായി വന്നതല്ലേ ലേബി? തീർച്ചയായും 1995 മുതൽ ഇങ്ങോട്ട് ചൈതന്യം എന്ന ചിത്രത്തിലൂടെ കടന്നു വരുന്നു. അതിനുശേഷം ആ പടിപടിയായുള്ള വളർച്ച, അത് മിമിക്രിയിലും അത് എല്ലാ മേഖലയിലും ഒരുപോലെ അടയാളപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നവാസിന്റെ ഒരു പ്രത്യേകത. മിമിക്രിയിലൂടെ നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ സാധിച്ചു. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ച വേഷങ്ങളിലൂടെയൊക്കെ ഇഷ്ടപ്പെടാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ഈ മിസ്റ്റർ ആൻഡ് മിസസിലേക്ക് അഭിനയ രംഗങ്ങളൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലേക്ക് വരികയാണല്ലോ സുജയ. അതുപോലെ തന്നെയാണ് ഈ മിമിക്സ് ആക്ഷൻ 500 എന്ന സിനിമയിലെ പ്രകടനം. അത്തരത്തിൽ ആ സമയത്ത് വന്ന ഒരു പറ്റം സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങളാണ് കലാഭവൻ നവാസ് അഭിനയിച്ചത്. അതിനുശേഷം ഈ പറയുന്നത്